ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണവുമായി സംസ്ഥാന സർക്കാർ. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സ്കൂളുകളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് ഏർപ്പെടുത്തും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1736 കോടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456 കോടിയും ബജറ്റിൽ അനുവദിച്ചു. ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ രാജ്യം വിടുന്നുവെന്ന് സംബന്ധിച്ച ധനമന്ത്രി കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നികുതി ഇളവുകൾ നൽകി കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് നടപ്പാക്കുക. സർ, ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് എത്തുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെ കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയും. സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 382 കോടി രൂപ നീക്കിവെച്ചു. സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ 10 കോടിയും സാങ്കേതിക സൗഹൃദമാക്കാൻ 27 കോടിയും പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം.